ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാർട്ട് റീഡിങ്ങിനെ പറ്റിയാണ്. ഒരു 2 ആഴ്ച മുൻപ് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, ഒരു ബേസിക് ചാർട്ട് റീഡിങ്ങിൻ്റെ ബേസിക്കിൻ്റെ കാര്യം. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡയറക്റ്റ്ലി നമുക്ക് എങ്ങനെ ചാർട്ട് റീഡ് ചെയ്യാം, എങ്ങനെ നമുക്ക് ചാർട്ടിൽ ഇമ്പോർട്ടൻറ്റ് സിങ് ഹൈ സിങ് ലോ മാർക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് അവിടെ നടക്കുന്ന സൈക്കോളജി റീഡ് ചെയ്യാം, ആൻഡ് എങ്ങനെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രെഡിക്റ്റ് ചെയ്യാം എന്നതാണ്. സോ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ചാർട്ട് ഗോൾഡിൻ്റെ ചാർട്ടാണ്, XAU USD. സെയിം ഈ ഞാൻ പറയാൻ പോകുന്ന കൺസെപ്റ്റ് നമുക്കിപ്പം ഏത് മാർക്കറ്റിൽ നമുക്ക് വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഗോൾഡിൻ്റെ 5 മിനിറ്റ് ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. സോ 5 മിനിറ്റ് ചാർട്ട് എന്തുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ ബേസിലാണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഗോൾഡിൻ്റെ 5 മിനിറ്റ് ചാർട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ എൻ്റെ സ്ക്രീനിൽ കൊള്ളാവുന്ന അത്രയും ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ചാർട്ട്. ഓക്കെ, ആൻഡ് ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഈ ഒരു സിങ് ഹൈ ഇവിടെ മുതലൊന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ ഒരു സിങ് ഹൈ, അപ്പം ഈ ഒരു സിങ് ഹൈനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ്. ജസ്റ്റ് ഒരു ഹൈ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നീട് ഒരു പുൾ ബാക്ക് എടുത്തു. അത് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും ഈ മുൻപ് ക്രിയേറ്റ് ചെയ്ത ഹൈ ബ്രേക്ക് ചെയ്തു, പുതിയൊരു ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്തു. നമുക്കതിനെ ഈ ഒരു ലെവൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. ഇതൊരു പുതിയൊരു ഹൈ ആണ്, എവിടെ? ഈ ഒരു പോയിന്റ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഹയർ ഹൈ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ന്യൂ സിങ് ഹൈ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്യുവാണ്. എച്ച് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതായത് ഹയർ ഹൈ എന്നുള്ളത്. റൈറ്റ്, ആദ്യം ക്രിയേറ്റ് ചെയ്തു, ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ അഗെയിൻ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്തു. റൈറ്റ്, അത് കഴിഞ്ഞ് ശ്രദ്ധിക്കുക, ഒന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. റൈറ്റ്, ഈ ഒരു ഡൗൺ സൈഡ്, അതിന് നമ്മൾ എന്താണ് പറയുന്നത്? പുൾ ബാക്ക് അല്ലെങ്കിൽ റിട്രേസ്മെൻ്റ് എന്ന് പറയും. അപ്പോൾ നമ്മൾ പുൾ ബാക്കിൻ്റെ ലോജിക്ക് കൂടി ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. സോ നോർമലി ഇവിടുന്ന് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയി ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത സമയത്ത് നമുക്ക് പറയാൻ പറ്റും ബയേഴ്സ് ആണ് കൺട്രോളിലെന്ന്. ബയേഴ്സ് വരുമ്പോഴാണല്ലോ പ്രൈസ്, ഏതൊരു അസറ്റിൻ്റെ പ്രൈസിൻ്റെ വില മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ബയേഴ്സ് ആണ് കൺട്രോളുള്ളത്. പിന്നെ ഒരു പർട്ടിക്കുലർ ലെവലിൽ എത്തിയ സമയത്ത് ബയേഴ്സിന് വിചാരിക്കുവാണ്, ഓക്കെ ഇനി ഇവിടുന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഇല്ല എന്നും. ഓൾറെഡി പ്രോഫിറ്റിലായ ബയേഴ്സ് എന്ത് ചെയ്യും? സ്ലോലി പ്രോഫിറ്റ് അവിടുന്ന് ബുക്ക് ചെയ്യും. പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് എന്താണ്? അതൊരു സെൽ ഓർഡർ ആയിട്ടാണ് മാർക്കറ്റിലോട്ട് പോകുക. അപ്പോൾ എന്താ ചെയ്യും? മാർക്കറ്റിൽ സെല്ലേഴ്സ് ഒന്ന് ആക്റ്റീവ് ആകും, പ്രൈസ് കുറയുകയും ചെയ്യും. ബയേഴ്സ് എവിടം വരെ വരാനുള്ള സാധ്യതയുണ്ട്, അവിടം വരെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് നോർമലി ഒരു റിട്രേസ്മെൻറ്റിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ ഒരു പുൾ ബാക്കിൽ സംഭവിക്കുന്ന ലോജിക്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് നടത്തി. പിന്നീട് മാർക്കറ്റ് എന്ത് ചെയ്തു? ഒരു ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ ഈ ഒരു ലോയിനെ നമുക്ക് എന്തായിട്ട് വിളിക്കാം? ഈ ഒരു ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപ് ക്രിയേറ്റ് ചെയ്ത ലോയിൻ്റെ മുകളിലായിട്ടാണ് പുതിയ ലോ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് സിമ്പിളായിട്ട് പറയാം, ഹയർ ലോ എന്ന് വിളിക്കാം. ഹയർ ലോ, HL. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ വളരെ സിമ്പിളായിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് അവിടെ നടക്കുന്ന ലോജിക്ക് മാത്രം ആലോചിച്ചാൽ മതി. എന്തുകൊണ്ട് ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു എന്ന ലോജിക്ക് നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് മനസ്സിൽ ഉത്തരം വരുന്നത്? യെസ്, ഡെഫിനറ്റ്ലി മാർക്കറ്റ് ഒന്ന് താഴോട്ട് വരുന്ന സമയത്ത് തന്നെ ബയേഴ്സ് കൺട്രോൾ ചെയ്തു. ഒരു ചെറിയൊരു പുൾ ബാക്ക് വരുന്ന സമയത്ത്, മാർക്കറ്റിൽ ഒരു ഡിസ്കൗണ്ട് പ്രൈസ് വരുന്ന സമയത്ത് ബയേഴ്സ് വന്ന് പൊസിഷൻ എടുക്കാൻ വേണ്ടി തുടങ്ങി. പുതിയ ലോ താഴോട്ട് വിടാൻ വേണ്ടി ബയേഴ്സിന് സമ്മതിച്ചില്ല. ബയേഴ്സിന് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കൊണ്ടുപോയി. ദെൻ അഗെയിൻ ഈ ഒരു പോയിന്റിൽ ചെറിയ റെസിസ്റ്റൻസ് എടുത്തു, അതായത് മുൻപ് ക്രിയേറ്റ് ചെയ്ത ഹൈൻ്റെ മുകളിൽ റെസിസ്റ്റൻസ് എടുത്തു. ആൻഡ് ഓൾസോ നമ്മൾ ഒന്നുകൂടി അതിൻ്റെ ഉള്ളിൽ ഇൻഡെപ്തായിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു ലോ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു ഹയർ ഹൈ ഫോർമേഷനാണ് വന്നിരിക്കുന്നത്, അല്ലേ? ഒരു അപ്പ് സൈഡ് ട്രെൻഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്താണ് ഒരു പോയിന്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? ഇവിടെ നിന്ന് ഓൾറെഡി ഹയർ ഹൈ, 2 ഹൈ ആണ് ഫോർമേഷൻ നടത്തിയിരിക്കുന്നത്. ദെൻ ഹയർ ലോ ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇൻ കേസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്
ഒരു പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം ഒരു റീസൺ നമുക്കിവിടെ കിട്ടിയിട്ട് ഹയർ ഹൈ ഫോർമേഷൻ ഉണ്ട്, ദെൻ ഹയർ ലോ ആണ്, ദെൻ ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ എന്താണ് ഹയർ ഹൈ ഫോർമേഷൻ വന്നിട്ടാണ് പിന്നീട് ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിരിക്കുന്നത്. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഈ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു കഴിഞ്ഞിട്ട് എക്സാക്ട്ലി ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ അത് കഴിഞ്ഞ് മാർക്കറ്റ് എന്ത് ചെയ്തു, പിന്നീട് വീണ്ടും ഒരു ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് വീണ്ടും ഒരു ഹൈ തന്നെ ക്രിയേറ്റ് ചെയ്തു. അതിന് നമുക്ക് എന്താണ് വിളിക്കുന്നത്, എച്ച് എന്ന് വിളിക്കാം അല്ലേ, ഹയർ ഹൈ, മുൻപ് ക്രിയേറ്റ് ചെയ്തതിനെക്കാട്ടും മുകളിലാണ്. അത് കഴിഞ്ഞ് മാർക്കറ്റ് ഈ ഒരു ഹൈ പോയിൻ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഈ ഒരു ഹൈ പോയിൻ്റ് ബ്രേക്ക് ചെയ്ത് ഒന്ന് അപ്സൈഡിലോട്ട് പോയി. ബയേഴ്സൊക്കെ ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്ത് വീണ്ടും ഒരു പുൾ ബാക്ക് വന്നു. അപ്പോൾ ഒന്നും കൂടി ഈ ഒരു സ്വിങ് ഹൈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് വന്നതായിട്ട് കാണാം. എക്സാക്ട്ലി ഈ ഒരു പോയിന്റിൽ ഒന്നും കൂടി മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തത്. നോർമലി അതിനെയാണ് നമ്മൾ റീടെസ്റ്റ് എന്ന് പറയുന്നത്. റീടെസ്റ്റ്, ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോയി പിന്നീട് ആ ഒരു ലെവലിൽ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യുന്നതിനാണ് റീടെസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ റീടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ബയേഴ്സിനെ അട്രാക്ഷൻ ചെയ്യിപ്പിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെ. ആ ഒരു പുൾ ബാക്ക് വരുന്ന സമയത്ത് എന്താണ് പുതിയ ബയേഴ്സ് വന്ന് അപ്സൈഡിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിനെ നമുക്ക് എന്താണ് മാർക്ക് ചെയ്യുക, ഈ ഒരു പോയിന്റിനെ നമുക്ക് ഒരു ലോ പോയിന്റ് ആയിട്ട് എടുക്കാം, ഒരു ഹയർ ലോ ആയിട്ട് എടുക്കാം അല്ല, ഈ ഒരു പോയിന്റിനെ ഒരു ഹയർ ലോ ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ആൻഡ് ദെൻ അഗെയിൻ മാർക്കറ്റ് ഈ ഒരു ഹൈൻ്റെ അവിടുത്തെ റെസിസ്റ്റൻസ് എടുത്തു, ഗോൾഡ് ഒരു റെസിസ്റ്റൻസ് എടുത്തു, പിന്നീട് താഴോട്ട് വന്നു. ഇവിടെയാണ് പിന്നെ വേറൊരു ഇൻട്രസ്റ്റ് ആയിട്ടൊരു കാര്യം നടന്നിരിക്കുന്നത്. ഈ ഒരു ലോ പോയിൻ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു ലോ പോയിൻ്റ് താഴെ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇതൊരു അപ്പ് ട്രെൻഡിങ് മാർക്കറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഈ ഒരു ടൈം ഫ്രെയിമിൽ ഓൾറെഡി ബയേഴ്സാണ് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ട് നടന്ന സമയത്ത് ഓൾറെഡി ബയേഴ്സ് വന്നു. ആൻഡ് ഈ ഒരു ബ്രേക്ക് ഔട്ട് മിസ്സ് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ നോർമലി അവർ ട്രേഡ് എടുക്കുന്നത് ഈ ഒരു പുൾ ബാക്കിലാണ് നെക്സ്റ്റ് ആൾക്കാർ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പുൾ ബാക്കിൽ എന്താണ് ബയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരാൾ ബൈ ചെയ്യുവാണെങ്കിൽ, ഒരു ഇൻട്രാഡേ ട്രേഡർ ബൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കറിയാം എവിടെയായിരിക്കും സ്റ്റോപ്പ് ലോസ്, ഡെഫിനറ്റ്ലി ഇതിൻ്റെ താഴെ അല്ലേ, ഈ ഒരു ലെവലിൻ്റെ താഴെയായിരിക്കും സ്റ്റോപ്പ് ലോസ്. അതുകൂടാതെ പിന്നീട് മാർക്കറ്റ് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിലോട്ട് ഈ ഒരു ട്രെൻഡ് ലൈനൊക്കെ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലോട്ട് വരുന്ന സമയത്ത് ബയേഴ്സ് വന്ന് പൊസിഷൻ എടുക്കും. ഡെഫിനറ്റ്ലി അല്ലേ, ബയേഴ്സാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് പുതിയ ബയേഴ്സ് പൊസിഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഒരു ക്ലീൻ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ നോർമലി എല്ലാവരും വെക്കുന്നത്, ഒരു പ്രൊഫഷണൽ ട്രേഡർ ആണെങ്കിലും ശരി, ഈവൻ ഒരു അത്യാവശ്യം നോളജുള്ള ഒരു റീറ്റെയിൽ ട്രേഡറാണെങ്കിലും ശരി, സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് ഈ ഒരു സിംഗിൾ ലോൻ്റെ താഴെയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ഗോൾഡ് എന്ത് ചെയ്തു, ഒന്ന് അപ്സൈഡിൽ വന്നു, ഇവിടുത്തെ റെസിസ്റ്റൻസ് എടുത്ത് ഓൾറെഡി ഇവിടുന്ന് ബൈയിങ് പൊസിഷൻ എടുത്തിരിക്കുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹണ്ട് ചെയ്തു, SL ഹണ്ട് ചെയ്തു. കറക്റ്റ് എവിടെയാണ് SL വന്നിരിക്കുന്നത് അവിടെ മാർക്കറ്റ് വന്നു. ദെൻ അഗെയിൻ അവിടുന്ന് ഒരു റിവേഴ്സിൽ പോയതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത് നോർമലി പലപ്പോഴായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ, റൈറ്റ്. അപ്പം പലപ്പോഴായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എക്സാക്ട്ലി സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത് മുകളിലോട്ട് പോയതായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നോർമലി ഈ ഒരു മാർക്കറ്റിൽ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ഒരു എൻട്രി എടുക്കുന്നതാണ്. ഓക്കെ, രണ്ടാമത് ഈ ഒരു പുൾ ബാക്കിൽ നമുക്കൊരു എൻട്രി നമുക്ക് കൺസിഡർ ചെയ്യാം. ദെൻ അഗെയിൻ ഇവിടെ നിന്ന് ഒരു 1:2 ഒക്കെ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. എക്സാക്ട്ലി ആ ഒരു പോയിന്റിൽ ഫസ്റ്റ് ടൈം വന്ന സമയത്ത്. ഓക്കെ, രണ്ടാമത് വന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു ലെവലിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്തു. ഫസ്റ്റ് ടൈം വരുന്ന സമയത്ത് എപ്പോഴും വളരെ മാർക്കറ്റ് സ്ട്രോങ് ആയിരിക്കും. കാരണം പുതിയ ബയേഴ്സൊക്കെ അവിടെ എൻട്രി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അത് നോർമലി നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി തരും. പിന്നീട് വീണ്ടും വരുന്ന സമയത്ത് എപ്പോഴും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. റൂൾ നമ്പർ 1, ഒരു ലെവലിൽ രണ്ടാമത് വരുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. കൂടുതലും അവിടെ സ്റ്റോപ്പ് ലോസ് SL ഹണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവും. രണ്ടോ അല്ലെങ്കിൽ മൂന്നാമത്തെ തവണയോ ഒന്നിൽ കൂടുതൽ തവണ വരുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ലാസ്റ്റ് വീക്കിലൊരു സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു, SFP, സ്വിങ് ഫെയിലർ പാറ്റേൺ എന്നുള്ള. അതാണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഈ ഒരു സ്വിങ് ലോ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് എടുത്തതാണ്. ബട്ട് സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് അത് അപ്പോഴത്തെ തന്നെ അത് ഫെയിലായി, ഈ ഒരു പാറ്റേൺ ഫെയിലായിട്ട് അതിൻ്റെ മുകളിലോട്ട് റിക്കവർ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണ്, ഇതൊരു സ്വിങ് ഫെയിലർ പാറ്റേൺ എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമുക്കൊരു ബൈ എൻട്രി എടുക്കാമെന്ന് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ. നമുക്ക് എപ്പോഴും
എന്താണ് ഇതുപോലുള്ള പാറ്റേൺസ് ഇങ്ങനെയുള്ള സ്വിംഗ് ഫെയിലർ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. അപ്പോൾ നമ്മളത് നോക്കി നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, എപ്പോഴാണോ ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റിൽ ഹണ്ട് ചെയ്യുന്നത്, പിന്നീട് ആ ഒരു നെക്സ്റ്റ് ലെവൽ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതാണ് ഇവിടെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു കൺസോൾട്ടേഷൻ ഫേസ് എന്ന് വന്നു, ദെൻ അഗെയിൻ സഡൻലി ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തു, പിന്നീട് അഗെയിൻ ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 1 എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഈസിലി എന്താണ് ഒരു ബൈ എൻട്രി നമുക്ക് അവിടെ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റ് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അഗെയിൻ ഈ ഒരു പോയിന്റിൽ വന്നു. പിന്നെ ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഹൈ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഹൈ, റൈറ്റ്, ഇവിടെ ജസ്റ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ഹയർ ഹൈ ഫോർമേഷൻ അല്ല, ഹൈ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇവിടെയും ജസ്റ്റ് ഒരു ഇവിടെയും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ഈക്വൽ ഹൈ എന്ന രീതിയിൽ. പിന്നീട് SL ഹണ്ട് ചെയ്തു, പിന്നീട് വീണ്ടും ഒരു ബ്രേക്ക് ഔട്ട് നടത്തിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് സമയത്ത് പല പേരുകളൊക്കെ അറിയപ്പെടുന്നുണ്ട്, ലിക്വിഡിറ്റി ഗ്രാബ്, എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ, ബട്ട് നിങ്ങൾ പേരൊന്നും കേട്ടിട്ട് ഇപ്പം ബിഗിനിങ് ലെവലുള്ള ആൾക്കാരെ എസ്പെഷ്യലി ഇതുപോലുള്ള പേരുകൾ കേൾക്കുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷനാകും. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈമിൽ വലിയ എന്തോ കാര്യമാണെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരുപാട് പല കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ്, 40,000 50,000 ഒക്കെ. അപ്പം ഇതുപോലുള്ള പേരുകളൊക്കെ കേട്ട സമയത്ത് ഇത് എന്ത് വലിയ സംഭവമാണെന്ന് വെച്ച് പഠിക്കും. ബട്ട് അതൊന്നുമല്ല, നമ്മൾ എപ്പോഴും വളരെ സിമ്പിളായിട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ റൂള്. ഞാൻ അത് തന്നെയാണ് നിങ്ങളായിട്ട് സജസ്റ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു SL ഹണ്ട് എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കറ്റ് നോക്കുവാണെങ്കിൽ പിന്നീട് അപ്സൈഡിലോട്ട് പോയി. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. ദാറ്റ് മീൻസ് ഒരു ഹയർ ഹൈ, റൈറ്റ്, 2 ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് കാണാം. ഇവിടെ ഒരു ഹയർ ഹൈ ഇവിടെ ഒരു ഹയർ ഹൈ, ദെൻ അതിൻ്റെ തൊട്ട് മുകളിൽ വീണ്ടും ഒരു ഹൈ. ബട്ട് അത് വളരെ അടുത്തടുത്തായിട്ടുള്ളൊരു ഹൈ ആയിരുന്നു. അതിൻ്റെ അത് ഫെയിലായിട്ട് താഴോട്ട് വന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇവിടെ നടക്കുന്ന പ്രൈസ് ആക്ഷനും കൂടി ഒന്ന് റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ ചാർട്ട് ഒന്ന് റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റൈറ്റ്, ഇവിടെ എന്താണ് നടന്നിരിക്കുന്നത്? മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് നടത്തി, ഈ ഒരു പോയിന്റിൽ ബ്രേക്ക് ഔട്ട് നടത്തി. ബ്രേക്ക് ഔട്ടിൽ ഒരുപാട് ബൈ എൻട്രി എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരൊക്കെ ഈ ഒരു ലെവലൊക്കെ പ്രോഫിറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നടക്കുന്ന ഈ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ മുൻപ് ഉണ്ടായിരുന്ന പോലെയുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് അല്ല, അവിടെ ആ ഒരു സ്ട്രെങ്ത് കുറവ് വരുന്നുണ്ട്. എങ്ങനെ മനസ്സിലാക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് ഫോർമേഷൻ നടത്തിയിരിക്കുന്നത്, വളരെ സ്ലോ ആയിട്ടുള്ളൊരു പാറ്റേൺ ഫോർമേഷൻ ആയിരുന്നു. അപ്പോൾ എന്താണ്, നോർമലി ഇപ്പം ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും കൊണ്ടുപോയിട്ട് ബൈ എൻട്രി എടുക്കാറുണ്ട്, അവരുടെ SL ഹിറ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ ഇനഫ് സ്ട്രെങ്ത് ഇല്ല, ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ഇനഫ് സ്ട്രെങ്ത് ഗോൾഡിനില്ല. ഇവിടെയൊക്കെ നമുക്ക് ഇനഫ് സ്ട്രെങ്ത് ഉണ്ടായിരുന്നു. കാരണം ഫോർ എക്സാമ്പിൾ ഈ ഒരു സിംഗിൾ ഹൈ ഒക്കെ വരുന്ന സമയത്ത് നോർമലി സെല്ലേഴ്സ് ആക്റ്റീവ് ആവും, അല്ല, ഇതുപോലുള്ള പ്രൈസ് വരുന്ന സമയത്ത് സെല്ലേഴ്സ് ആക്റ്റീവ് ആവുന്ന സമയത്ത് അവർ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ വെക്കും, അല്ലേ? നോർമലി സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിലാണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റിൽ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ബട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ അവിടെ ഇനഫ് സ്ട്രെങ്ത് അവിടെ ഇല്ല മുകളിലോട്ട് പോകാനുള്ള, റൈറ്റ്. അപ്പോൾ എന്ത് ചെയ്യും, മാർക്കറ്റ് ഗോൾഡ് എന്ത് ചെയ്തു, അടുത്ത സ്റ്റോപ്പ് ലോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഒന്ന് ആൾക്കാരെ തട്ടിപ്പിക്കാൻ വേണ്ടി, ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഇവിടെ അഗെയിൻ ചെറിയൊരു ബ്രേക്ക് ഡൗൺ നടത്തി. ഇതും ഒരു സിംഗ് ഫെയിലർ പാറ്റേൺ എന്ന രീതിയിൽ തന്നെ എടുക്കാം, റൈറ്റ്. ഇതും ഒരു സിംഗ് ഫെയിലർ പാറ്റേൺ എന്ന രീതിയിൽ എടുക്കാം. കാരണം മുൻപ് ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, റൈറ്റ്. ഈ ഒരു പോയിന്റിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലോ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്തു. ബട്ട് അഗെയിൻ ആ ഒരു ബ്രേക്ക് ഡൗൺ നടത്തി ഇമ്മീഡിയറ്റ്ലി അത് റിക്കവർ ചെയ്തു, വീണ്ടും അപ്സൈഡിലോട്ട് പോയി പുതിയ ഹൈ അവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും മാർക്കറ്റിൽ. ഓക്കെ, പിന്നെ ഇവിടെ നടക്കുന്ന, ഇപ്പം ഞാൻ ഡ്രോ ചെയ്യുന്ന ആ ഒരു ലൊക്കേഷനിലാണെങ്കിലും ഹയർ ഹൈ ഫോർമേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഒരു ഇനഫ് സ്ട്രെങ്ത് അവിടെ കാണുന്നില്ല ക്യാൻഡിൽ സ്റ്റിക്ക് ഫോർമേഷൻ ആണെങ്കിൽ. ഓക്കെ, ബട്ട് നമുക്ക് അത് കഴിഞ്ഞ് മാർക്കറ്റ് ഒരു ഹ്യൂജ് ഫാള് വന്നതായിട്ട് കാണാം. ബട്ട് ഇനഫ് സ്റ്റിൽ നമുക്ക് മാർക്കറ്റ് ആ ഒരു സിഗ്നൽ തന്നിട്ടുണ്ട്. എങ്ങനെയാണ് സിഗ്നൽ തന്നിരിക്കുന്നത്? ഓരോ പോയിന്റിലും ഇവിടം വരെ ഹയർ ഹൈ ഫോർമേഷൻ എന്ന രീതിയിലാണ് മാർക്കറ്റ് വന്നിരുന്നത്, റൈറ്റ്. ഇവിടം വരെ മാർക്കറ്റ് ഹയർ ഹൈ ഫോർമേഷനിൽ നിന്ന് വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഹയർ ഹൈ ഫോർമേഷൻ മീൻസ് മുൻപ് ക്രിയേറ്റ് ചെയ്ത ഹൈൻ്റെ മുകളിലായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, സ്ലോലി ആ ഒരു സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ലോവർ ഹൈ ഫോർമേഷൻ എന്ന രീതിയിൽ വന്നതായിട്ട് കാണാം, അല്ലേ? ലോവർ ഹൈ മീൻസ്
മുൻപ് ക്രിയേറ്റ് ചെയ്ത ഹൈനെക്കാട്ടിയാണ് നമുക്ക് തൊട്ട് താഴെയാണ് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഹൈ, ലോവർ ഹൈ അല്ലെങ്കിൽ എൽ എച്ച് എന്ന് എടുക്കാം. ഓക്കെ, അഗെയിൻ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഇവിടെയും ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് മാർക്കറ്റ് ഗോൾഡ് ഓൾറെഡി ഒരു വാണിംഗ് തന്നിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുകയാണ് എന്നുള്ളത്. ഈ ഒരു ഏരിയയിൽ നിന്ന് മാർക്കറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. ദെൻ എഗെയിൻ ഒരു കൺഫർമേഷൻ എന്ന രീതിയിൽ ഒരു സ്ട്രോങ് സെല്ലിംഗ് ക്യാൻഡിൽ കൂടി ഇവിടെ ഫോർമേഷൻ നടത്തിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ഒരു സ്ട്രോങ് റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ അല്ലേ, ഒരു സ്ട്രോങ് ബിഗ് റെഡ് ക്യാൻഡിൽ, നമുക്കറിയാം ഒരു ബിഗ് റെഡ് ക്യാൻഡിൽ ഫോർമേഷൻ തന്നിട്ടുണ്ട്. മാർക്കറ്റ് മേ ബി ചേഞ്ച് ചെയ്യാം, ഒരു ഹ്യൂജ് സെല്ലിങ്ങിലോട്ട് പോകാമെന്നുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു ബിഗ് ക്യാൻഡിൽ ഫോർമേഷന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് സെൽ എൻട്രി എടുക്കാമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ, നമുക്ക് അവിടെ എടുക്കാമോ? യെസ്, എടുക്കാം. ബട്ട് അതേ സമയത്തിൽ നമ്മൾ ആലോചിക്കുക, ഇവിടുന്ന് ഓൾറെഡി ഇവിടുന്ന് ബൈ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ബയർ, ഇവിടുന്ന് ബയറൊക്കെ ബൈ ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇതുപോലെ മാർക്കറ്റ് ഗോൾഡ് ഓൾ ടൈം ഹൈയിലോട്ട് പോവുകയാണ്, മാക്സിമം പ്രോഫിറ്റ് റൈഡ് ചെയ്യാമെന്ന രീതിയിലായിരിക്കും കൂടുതൽ ഇൻട്രാഡേ ട്രേഡേഴ്സൊക്കെ നിൽക്കുന്നുണ്ടാവാം. പെട്ടെന്ന് ഇതുപോലൊരു ക്യാൻഡിൽ വരുന്ന സമയത്ത് അവർ ഒന്ന് പാനിക്കാവും. കാരണം ഇവർ ഓൾറെഡി ഇവിടെ ഏറ്റവും താഴെ നിന്ന് ബൈ ചെയ്ത ആൾക്കാർ പൊസിഷൻ നോക്കുവാണെങ്കിൽ ചിലപ്പോൾ 1 lakh പ്രോഫിറ്റ് ഉണ്ടാവും. പെട്ടെന്ന് ഈ ഒരു ക്യാൻഡിൽ വരുന്ന സമയത്ത്, റെഡ് ക്യാൻഡിൽ വരുന്ന സമയത്ത് 1 lakh മാറി ചിലപ്പോൾ ഒരു 70,000 പ്രോഫിറ്റ് ആവും. അപ്പോൾ ആളൊന്ന് പാനിക്കാം. കാരണം എന്താണ്, ഓൾ ടൈം ഹൈ നിന്നൊരു സെല്ലിങ് നടക്കുവാണെങ്കിൽ മേ ബി അത് ഷാർപ്പായിട്ട് വരാനുള്ളത്. അപ്പോൾ എന്താണ്, അയാളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കും, ഓക്കെ ഇത് പെട്ടെന്ന് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ബട്ട് ആ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാതെ പിന്നീട് ഒരു സ്ട്രോങ് സെല്ലിങ് അവിടെ നമുക്ക് നടന്നായിട്ട് കാണാം. അപ്പം ഈ താഴെ നിന്ന് ബയേഴ്സ് എന്ന് വിചാരിക്കും, ഓക്കെ ഈ ഒരു പാറ്റേൺ ഇവിടെ ചേഞ്ച് ചെയ്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്, സോ ബെറ്റർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ബയേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അറ്റ് ദ സെയിം ടൈമിൽ സെല്ലേഴ്സ് എന്ത് ചെയ്യും? പുതിയ സെല്ലേഴ്സ്, ഇപ്പം ഞാനൊരു പുതിയ സെല്ലിംഗ് പൊസിഷൻ, അതായത് ഷോർട്ട് പൊസിഷൻ എടുക്കാൻ നോക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി മാർക്കറ്റ് യെസ് ഇവിടുന്ന് സ്ട്രക്ചർ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ എന്താണ്, ഞാൻ സ്ലോലി സെല്ലിംഗ് പൊസിഷൻ എടുക്കും. അങ്ങനെ അവിടെ ഒരു ചെയിൻ റിയാക്ഷൻ വരും, മാർക്കറ്റ് വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് അവിടെ നടക്കും. ഓക്കെ, ഈ ഒരു സെല്ലിംഗ് പല കാരണങ്ങളും ഉണ്ടാവാം. മേ ബി ഈ ഒരു മേ ബി ന്യൂസ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ട്രേഡേഴ്സിൻ്റെ ഇമോഷൻ ആയിരിക്കാം, ലിക്വിഡിറ്റി ഉണ്ടാകും, പല കാരണങ്ങളാണ്. ബട്ട് ഇതൊക്കെ നമുക്ക് ചാർട്ട് നോക്കിയാൽ തന്നെ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും, വളരെ ശ്രദ്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കറ്റിൻ്റെ എന്താണ് ഒരു സ്ട്രോങ് സെല്ലിംഗ് നടന്നു. സ്ട്രോങ് സെല്ലിംഗ് മീൻസും ഈ ഒരു ലോ കൂടി ബ്രേക്ക് ഡൗൺ ചെയ്ത സമയത്ത് കംപ്ലീറ്റ്ലി ആ ഒരു സ്ട്രോങ് സെല്ലിംഗ് ആണ് അവിടെ നടന്നിരിക്കുന്നത്. പിന്നെ നമുക്കറിയാം ഈ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ട് ചെയ്ത ഈ ഒരു ലോ പോയിന്റിൽ എന്താണ്, അതും ബ്രേക്ക് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് ബ്രേക്ക് ചെയ്തു, റീടെസ്റ്റ് എടുത്തു, അഗെയിൻ സെല്ലിംഗ്. അപ്പോൾ നമുക്ക് സെല്ലിംഗ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്നനുസരിച്ച് ഇവിടെ നിന്ന് നമുക്കൊരു സെൽ എൻട്രി കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ലോ പോയിന്റ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് സെല്ലിംഗ് എൻട്രി കൺസിഡർ ചെയ്യാം. റൈറ്റ്, നമുക്ക് ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ ഈസിയാണ് അല്ല. അപ്പം ഈ രീതിയിൽ എന്താണ്, നമുക്ക് ചാർട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനിയിപ്പം പല ആൾക്കാരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് കഴിഞ്ഞ ചാർട്ടല്ലേ, വളരെ ഈസി ആണല്ലോ ഇത് നോക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാണെന്നുള്ളത്. സോ ഡെഫിനറ്റ്ലി എല്ലാവരും കഴിഞ്ഞ ചാർട്ട് നോക്കിയിട്ട് തന്നെയാണ് അനലൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് നോക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഡ്രൈവിങ് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആദ്യം തന്നെ റോഡിൽ കൊണ്ട് ഓടിക്കുമോ? ഇല്ല, അതൊരു ഗ്രൗണ്ടിൽ ചെന്നിട്ട് നിങ്ങൾക്കൊരു അത്യാവശ്യം ഒരു ബാലൻസിങ് ആയതിനു ശേഷം മാത്രമല്ലേ നിങ്ങൾ അതിനോട്ട് പോവുള്ളൂ. അതുപോലെ തന്നെയാണ് ഇതും. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇത് നമ്മൾ ജസ്റ്റ് മാർക്കറ്റിൻ്റെ സൈക്കോളജിയാണ്, ആൻഡ് ഇത് റിപ്പീറ്റ് ചെയ്തിരിക്കും. ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും ഈ ഒരു സ്ട്രക്ചർ ചേഞ്ചസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തിരിക്കും. ഇനിയിപ്പോൾ നാളെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇനി ഈ ഒരു സ്ട്രക്ചർ എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യുവാണെങ്കിൽ, സ്ട്രക്ചർ മേ ബി ഈ ഒരു രീതിയിലൊക്കെ വന്ന് ഇത് വീണ്ടും ചേഞ്ച് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു ക്ലൂ നമുക്ക് തരും. അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിങ് ഈസിയാണ്. അറ്റ് ദ സെയിം ടൈമിൽ നമ്മളിപ്പം നമ്മൾ ഇതുപോലെ ഒരു 10 അനലൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 6-7 നമുക്ക് കറക്റ്റായിട്ട് വരുള്ളൂ. ബാക്കിയുള്ള ഒരു 3 അല്ലെങ്കിൽ 3-4 ചിലപ്പോൾ റോങ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതാണല്ലോ ട്രേഡിങ്ങിൻ്റെ ഒരു ചലഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഈസി ആണെങ്കിൽ പിന്നെ നമ്മൾ ഇത്രയും അനലൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ബട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 6 തവണ നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ അനലൈസ് കറക്റ്റ് ആവുന്ന സമയത്ത് നമ്മൾ ബിഗ് വിൻ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മാത്സ് റൈറ്റ്. ബാക്കിയുള്ള 3 തവണ അല്ലെങ്കിൽ 4 തവണ ലോസ് ചെയ്യുന്ന സമയത്ത് അത് കമ്പയർ ടു ഈ ഒരു പ്രോഫിറ്റിനെക്കാട്ടിയും വളരെ ചെറുതായിട്ട് ഉള്ള ലോസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണ് ട്രേഡിങ്ങിൻ്റെ പുറകിലുള്ള മാത്തമാറ്റിക്സ്.
മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കുവാണെങ്കിൽ ബെറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ആ പൊസിഷൻ സൈസിങ് കറക്റ്റായിട്ട് ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുക. വിൻ ചെയ്യുവാണെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് റൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, മാക്സിമം പ്രോഫിറ്റ് റൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിപ്പം ഒരുപാട് 1-2 ലൈവ് ട്രേഡിംഗ് വീഡിയോ ഈ ഒരു ഗോൾഡിൻ്റെ ഇട്ടിട്ടുണ്ട്. അന്നും ഞാൻ എടുത്ത കൺസെപ്റ്റ് ഇതേപോലത്തെ സെയിം കൺസെപ്റ്റാണ്. നിങ്ങൾ ലാസ്റ്റ് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതേപോലുള്ള ചാർട്ട് ഞാൻ എന്ത് ചെയ്തു, ഒബ്സർവ് ചെയ്തു. എനിക്ക് അത്രയും കൺവിക്ഷൻ വരുവാണെങ്കിൽ ഞാൻ ട്രേഡുകൾ കൺസിഡർ ചെയ്യും. ഓക്കെ, സോ സെയിം കൺസെപ്റ്റ് നമുക്കിപ്പം ബാങ്ക് നിഫ്റ്റി, ബിറ്റ്കോയിൻ, ഈവൻ ഇക്വിറ്റി, സ്വിംഗ് ട്രേഡിംഗ്, പേഴ്സണൽ ട്രേഡിംഗ് എല്ലാത്തിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് എങ്ങനെ നമുക്ക് ചാർട്ട് റീഡ് ചെയ്യാം, ഈച്ച് ആൻഡ് എവറി സ്വിംഗ് ഹൈ നോക്കിയിട്ട് നമുക്ക് എന്താണ് അവിടെ നടക്കുന്നത് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഇനി ഒബ്സർവ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഞാൻ കാണാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട്, റൈറ്റ്? അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് ഡയറിയിൽ വെക്കുക. ആൻഡ് വേറെ ഇപ്പം നമ്മൾ ഒരുപാട് പേര് അത് ഇതെന്നൊക്കെ പറയും, നെഗറ്റീവൊക്കെ പറയും. അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട ആവശ്യമില്ല. പല കാര്യങ്ങൾ പറയും. ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാവർക്കും ഉള്ള സ്പേസ് ഇവിടെയുണ്ട്. ആൻഡ് ആരാണ് ഡിസിപ്ലിനായിട്ട് ഫോളോ ചെയ്യുന്നത്, മെച്യൂർഡായിട്ട് ഡിസിഷൻ എടുക്കുന്നത്, അവർക്ക് വിൻ ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, സോ അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ബൈ, താങ്ക് യു.